ഈ ഒരു കല്ല് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതൊരു പാറ കഷ്ണമാണ്. കണ്ടോ? ഇത് എൻ്റെ ഒരു സുഹൃത്ത് യെരുശലേം യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അവിടുത്തെ കല്ലാണ്. കണ്ടോ? നോക്കേ, ഈ കല്ല് കണ്ടോ? ഇത് അവർ യെരുശലേം യാത്ര കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നു. എനിക്ക് വളരെ അത്ഭുതം തോന്നിയ ഒരു കാര്യമാണ്. ഈ കല്ലിൻ്റെ പ്രത്യേകത എന്നോട് പറഞ്ഞു, മോശ നമ്മുടെ ഇസ്രായേൽ ജനതയെ ഫറവോൻ്റെ അടിമത്തിൽ നിന്നും വിടുവിച്ച മോശയുടെ കാലത്ത് മോശ മുൾപ്പടർപ്പ് കത്തുന്നത് താഴെ നിന്ന ജനങ്ങളെല്ലാം കണ്ടപ്പോൾ, അപ്പോൾ ആ മുൾപ്പടർപ്പ് കത്തിയ സ്ഥലത്ത് ഉണ്ടായ പാറ പൊട്ടിയപ്പോൾ ആ പാറയിൽ ഉണ്ടായിരുന്ന അടയാളങ്ങളാണ് എന്നാണ് പറയുന്നത്. സത്യമാണോ വ്യക്തിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ നിന്ന് കൊണ്ടുവന്ന മിക്കവാറും ഉള്ളവരൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. മുൾപ്പടർപ്പ് കത്തിയപ്പോൾ അവിടെ ഉണ്ടായ അടയാളമാണ്. അത് ഇന്നും അവശേഷിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഞാൻ അറിയുകയാണ്. ഓരോ ചില്ല് പാറ പൊട്ടിക്കുമ്പോഴും ഇതേപോലെ അടയാളങ്ങൾ വീണ്ടും വീണ്ടും കാണുക എന്നാണ് പറയുന്നത്. ഈ കല്ലിന് അവിടെ വിൽക്കുന്നുണ്ട്, ചെറിയ ചെറിയ റോക്കുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റേതായ ഡോളർ കൊടുത്തേ മതിയാവും ഭാരത്തിനനുസരിച്ച്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഇന്ന് എനിക്കുണ്ടായി. ഇത് മേടിക്കാനും ഇത് കാണാനും ഒരു ഭാഗ്യമുണ്ടായി. വളരെയധികം നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് ആദ്യം 100 നന്ദി കരയേറ്റാണ്. കാരണം പോകാൻ യെരുശലേമിൻ്റെയും അതേപോലെ ദൈവം യേശുക്രിസ്തു സഞ്ചരിച്ച സ്ഥലത്തുള്ള പല ഭാഗങ്ങളിലുള്ള മണ്ണുകളാണ്. വിശുദ്ധ നാടുകളിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലെയും മണ്ണുകളാണ്. അപ്പോൾ ഇത് വളരെ കൗതുകമായിട്ട് തോന്നിയത് കാരണമാണ് ഇത് ശേഖരിച്ചത്, ഇത് കൊണ്ടുവന്നത്. അതായത് യേശുതമ്പുരാൻ്റെ അത്ഭുത പ്രവർത്തികളൊക്കെ നടന്ന സ്ഥലങ്ങളിൽ, ആ സ്ഥലങ്ങൾ മറ്റുള്ളക്കാരി മറിയുടെ യേശു സംസാരിച്ച സ്ഥലം, അതേപോലെ ബെത്സയിദ കുളം, അങ്ങനെ യെരുശലേമിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ വിശുദ്ധമായി ഉള്ള സ്ഥലങ്ങളിൽ ദൈവം പാദം ചവിട്ടിയിട്ടുള്ള സ്ഥലങ്ങളിലെ മണ്ണുകളാണ്. ഇതൊന്ന് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ അത് ഷെയർ ചെയ്തെന്ന് മാത്രം. ഓക്കെ, താങ്ക് യു.